നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയ്ക്കുള്ള ഒരുക്കത്തിലാണല്ലോ ബ്രസീലിയൻ ടീമുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് അവർ ഇന്ന് ഒരു അന്താരാഷ്ട്ര സൗഹൃദ മത്സരം കളിച്ചു. മെക്സിക്കോക്കെതിരെയായിരുന്നു ആ കളി. മത്സരത്തിൽ ബ്രസീൽ 3-2 വിജയിച്ചു. ഇനി ഒരു കളി കൂടി ബാക്കിയുണ്ട്, അത് USA-ക്കെതിരെയാണ്. ഈ രണ്ട് മത്സരങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള സ്റ്റാർട്ടിംഗ് 11 ആയിരിക്കും കോച്ച് ഡൊറിവാൾ ജൂനിയർ ഉപയോഗപ്പെടുത്തുക എന്നുള്ള വിവരം നമ്മൾ നേരത്തെ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നല്ലോ. ബ്രസീലിയൻ മാധ്യമങ്ങൾ വളരെ കൃത്യമായിട്ട് ബ്രസീലിയൻ ടീമിൻ്റെ ട്രെയിനിങ് ക്യാമ്പിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വിടുന്നുണ്ട്. അതാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഈ ഒരു 11 നോക്കുക. ബ്രസീൽ ഇന്ന് കളിച്ച സ്റ്റാർട്ടിംഗ് 11: ഗോൾ കീപ്പറായിട്ട് ആലീസൺ, അദ്ദേഹമാണ് നായകൻ. പിന്നെ ബ്രമർ, മിലിറ്റാവോ, യാൻകൂട്ടോ, അരാന ഡിഫൻസ്. പിന്നെ എഡേഴ്സൺ, ഡഗ്ലസ് ലൂയിസ്, ആൻഡ്രിയസ് പെരീര. മുന്നേറ്റത്തിൽ സാവിഞ്ഞോ, ഇവാനിൽസൺ, ഗബ്രിയൽ മാർട്ടിനെല്ലി. ഇതായിരുന്നു സ്റ്റാർട്ടിംഗ് 11. അപ്പം തുടക്കത്തിൽ തന്നെ ആൻഡ്രിയാസ് പെരീരയിലൂടെ ബ്രസീൽ ലീഡെടുക്കുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലാണ്. പക്ഷെ ആദ്യ പകുതി എല്ലാം ശുഭമായിരുന്നോ ബ്രസീലിന്? കളി കണ്ട നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അപ്പോൾ അതിൽ ചില സംശയങ്ങൾ എന്തായാലും ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, എഡേഴ്സൺ നെർവസ് ആയിരുന്നു എന്നുള്ളതാണ്. ചില ഘട്ടങ്ങളിൽ അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ ആണ്, സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ അതുണ്ടാകും. ബ്രസീലിയൻ ദേശീയ ടീമിൽ ഡെബ്യൂ ആണല്ലോ. പക്ഷെ അറ്റ്ലാന്റയ്ക്ക് വേണ്ടി കളിക്കുന്ന ആ ഒരു മികവ് നമുക്കിന്ന് കാണാൻ പറ്റിയിട്ടില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇന്ന് കളിച്ചതിനേക്കാൾ മികവിൽ കളിക്കാൻ പറ്റും എന്നുള്ളത് വ്യക്തമാണ്. പിന്നെ ഉണ്ടായ ഒരു സംശയം, ഇവാനിൽസൺ ആണല്ലോ സ്ട്രൈക്കർ റോളിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ചില ഘട്ടങ്ങളിലല്ല, പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ളൊരു ചോദ്യം, എന്തിനാണ് ആൻഡ്രിയസ് പെരീര ഇവാനിൽസനേക്കാൾ മുകളിൽ പിച്ചിൽ കയറി നിൽക്കുന്നത് എന്നുള്ളത്. ഒരു സെക്കൻഡ് സ്ട്രൈക്കർ എന്നുള്ളതാണോ കോച്ച് ഉദ്ദേശിച്ചത്? പക്ഷെ അതൊരിക്കലും അത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ആദ്യ പകുതി വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. അതുപോലെ ഗബ്രിയൽ മാർട്ടിനെല്ലി ഹൊറൻഡസ് ആയിരുന്നു ആദ്യ പകുതിയിലെ പല ഘട്ടങ്ങളിലും. അപ്പം ആദ്യ പകുതിയെ നമ്മളൊന്ന് സംക്ഷിപ്ത രൂപത്തിലേക്ക് സംഗ്രഹിച്ചെടുത്താൽ അതിങ്ങനെയാണ്: ഗബ്രിയൽ മാർട്ടിനെല്ലി ഹൊറിബിൾ പെർഫോമൻസ് ആയിരുന്നു. സാവിഞ്ഞോ തീർച്ചയായിട്ടും ഇലക്ട്രിക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ പലപ്പോഴും ഓപ്പണൻസുമായിട്ട് വൺ വരുമ്പോൾ, 1v1 വരുമ്പോൾ അദ്ദേഹത്തിന് അത്ര ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു എന്ന തോന്നലും ഉണ്ടായി. എഡേഴ്സൺ ക്ലിയർലി നെർവസ് ആയിരുന്നു, ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു ആദ്യ പകുതിയിൽ. ആൻഡ്രിയസ് പെരീര നല്ല രൂപത്തിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത്. പക്ഷേ പലപ്പോഴും അദ്ദേഹം ടു ഹൈ അപ്പ് ദി പിച്ച് എന്ന രൂപത്തിൽ നിന്നിട്ടുണ്ട്. കുറച്ചുകൂടി അദ്ദേഹം ഡീപ്പറായിട്ട് കളിക്കണമായിരുന്നു എന്നൊരു തോന്നലാണ് ആദ്യ പകുതിയിൽ ഉണ്ടാക്കിയത്. ഇവാനിൽസൺ അങ്ങനെ ഇൻവോൾവ് ആയിരുന്നില്ല ആദ്യ പകുതിയിലെ പെർഫോമൻസിൽ. ബ്രമറും മിലിറ്റാവോയും ലുക്ക് സോളിഡ് ആയിരുന്നു. ബട്ട് യാൻകൂട്ടോ ഒരൽപ്പം ഷെയ്ക്കിയാണ്. അരാനയുടെ ഭാഗത്ത് ഒരു പുവർ പെർഫോമൻസ് ആണ് ആദ്യ പകുതിയിൽ വന്നത്. പക്ഷേ ഇതൊക്കെ രണ്ടാം പകുതിയിൽ മാറുന്ന കാഴ്ച. തീർച്ചയായിട്ടും മെക്സിക്കോ അവരുടെ പ്രഷർ ഇട്ടുകൊണ്ടേയിരുന്നു. അപ്പോൾ ബ്രസീലിൻ്റെ ഡിഫൻസ് ഷെയ്ക്കി ആവാൻ തുടങ്ങി. അങ്ങനെയാണ് അവർ 2 ഗോളുകൾ അടിക്കുന്നത്. അതിനിടയ്ക്ക് ഗബ്രിയൽ മാർട്ടിനെല്ലി, നമ്മൾ പറഞ്ഞല്ലോ, ആദ്യ പകുതി ഒരുപാടായിരുന്നു. രണ്ടാം പകുതിയിൽ അദ്ദേഹം കൃത്യമായിട്ടൊരു ഗോൾ കണ്ടെത്തുകയും ചെയ്തു. ബ്രസീൽ 2-0 മുന്നിൽ കരുതുന്നതാണ്. പക്ഷെ പിന്നീട് 2 ഗോളുകൾ തിരികെ വാങ്ങുന്ന അവസ്ഥ. അതൊന്ന് 90 മിനിറ്റ് കഴിഞ്ഞിട്ടായിരുന്നു. ബ്രസീലാണെങ്കിൽ പിന്നെ മാറ്റങ്ങളൊക്കെ വരുത്തി. മാർട്ടിനെല്ലി, ആൻഡ്രിയസ് പെരീര, ഇവാനിൽസൺ ഒക്കെ പുറത്തേക്ക് പോയി. എൻട്രിക്കും ലൂക്കാസ് പക്കേറ്റയും പെപ്പയും ഒക്കെ ഇറങ്ങുകയും ചെയ്തു. അതുപോലെ തന്നെ ഡഗ്ലസ് ലൂയിസ്, സാവിഞ്ഞോ ഒക്കെ പോയിട്ട് ബ്രൂണോ ഗുയിമറസും വിനി ജൂനിയറും കളിക്കളത്തിലേക്ക് വരികയും ചെയ്തു. അങ്ങനെ കളി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് 2-2 എന്ന രൂപത്തിൽ നിൽക്കുന്നു. വിനി ജൂനിയറുടെ ഒരു കിടിലൻ ക്രോസ് വരുന്നത് മനോഹരമായിട്ട് വലയിലേക്ക് എത്തിച്ചുകൊണ്ട് എൻട്രിക്ക് കളി ബ്രസീലിന് അനുകൂലമാക്കി പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പം ഈ കളി കാണുമ്പോൾ പലർക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായിട്ടുള്ളൊരു ടെസ്റ്റ് എന്ന രൂപത്തിൽ കോച്ച് എടുത്ത മത്സരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസൾട്ടിന് വലിയ പ്രാധാന്യം കൊടുക്കാതിരുന്ന ഒരു മത്സരത്തിൽ പോലും അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അടുത്ത USA-ക്കെതിരെ കളിക്കാനുള്ള ടീമായിരിക്കും അവരുടെ മെയിൻ 11 എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയല്ലാതെ ഏതാണ്ട് ഒരു റിസർവ് ടീം വെച്ച് കളിച്ചിട്ട് പോസിറ്റീവ് റിസൾട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിനെ നമ്മൾ ആ അർത്ഥത്തിൽ തന്നെ എടുക്കണം. ശരിയാണ്, ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ ഉറുഗ്വായോട് പൊട്ടിത്തകർന്ന ടീമാണ് മെക്സിക്കോ. എന്നാൽ പോലും ഇതിനെ പോസിറ്റീവായിട്ട് കാണേണ്ടതുള്ളൂ. യുവതാരങ്ങളാണ് അധികവും ബ്രസീലിന് വേണ്ടി കളിച്ചത്. കോച്ച് അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. കളി കഴിഞ്ഞിട്ട് ഡൊറിവാൾ ജൂനിയർ പറഞ്ഞത് ഇതൊരു യങ് ടീമാണ്,
ഇപ്പം നമ്മൾ അടുത്തൊരു 2 വർഷത്തിന് ശേഷം ഇവിടേക്ക് വേൾഡ് കപ്പിന് എത്താൻ പോകുമ്പോൾ നമ്മൾ ക്വാളിഫൈ ചെയ്ത് ഇങ്ങോട്ടേക്ക് എത്തുകയാണെങ്കിൽ മികച്ച രൂപത്തിൽ എത്തേണ്ടതുണ്ട്. അതിനുള്ള ടീമാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ളത്. ഞാൻ ഈ ടീമിൽ വിശ്വസിക്കുന്നു. ലിറ്റിൽ ബൈ ലിറ്റിൽ ആയിട്ട് ഈ ടീം മെച്ചുറാവും. അതുപോലെ തന്നെ ലഭിക്കുന്ന അവസരങ്ങൾ യങ് പീപ്പിൾ ഉപയോഗപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ടീമിലേക്ക് വരുന്ന താരങ്ങൾ അവർ വളരെ ലോയലായിട്ട് പെർഫോം ചെയ്യണം. അതുപോലെ ഓരോ പൊസിഷന് വേണ്ടിയിട്ടും കോമ്പീറ്റ് ചെയ്യുകയും വേണം. അതുകൊണ്ടാണ് ഈ 2 മത്സരങ്ങളെ ഞാൻ കോപ്പ അമേരിക്കയ്ക്കുള്ള ട്രെയിനിങ് എന്ന രൂപത്തിൽ തന്നെയാണ് കാണുന്നത് എന്ന് പറഞ്ഞത്. ഇവിടെ ആരൊക്കെ കോപ്പ അമേരിക്കയിൽ നമുക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത് സ്റ്റിൽ ഓപ്പൺ ആണ്. ഈ 2 കളികളിലെ പെർഫോമൻസ് ഞാൻ നന്നായിട്ട് പരിഗണിക്കും എന്നുകൂടി കോച്ച് പറയുന്നത്. ചുരുക്കത്തിൽ ആ അർത്ഥത്തിലുള്ള ഒരു ടെസ്റ്റായിട്ട് മാത്രമേ ഇതിനെ കാണേണ്ടതുള്ളൂ. എങ്കിലും എൻട്രിക്കിൽ നമുക്ക് വലിയ പ്രതീക്ഷ വെക്കാം. ബ്രസീലിന് ഭാവി ശോഭനമാണ് എന്ന തോന്നൽ തന്നെയാണുള്ളത്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.